നമസ്കാരം. 2025 ഡിസംബർ 30 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 198 കിലോമീറ്റർ നോർത്ത് വെസ്റ്റായി വരുന്ന ഒരു സ്ഥലം ഗെൽസെൻകിർച്ചൻ എന്ന സ്ഥലത്തുള്ള ഒരു സ്പാർക്സ് ബാങ്കിന് മുന്നിലേക്ക് ഒന്ന് രണ്ട് പോലീസ് വാഹനങ്ങൾ വന്നു നിൽക്കുകയാണ്. ആ ബാങ്കിലെ അലാറം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുമായി കണക്റ്റഡാണ്. ആ ബാങ്കിൽ നിന്ന് അലാറം കേട്ടതുകൊണ്ടാണ് പോലീസ് വാഹനങ്ങൾ അവിടേക്ക് എത്തിയത്. അവിടെ എത്തുമ്പോൾ അവിടെ അസ്വാഭാവികമായി ഒന്നുമില്ല. സമയം രാവിലെ 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആ ബാങ്കുമായി കണക്ട് ചെയ്ത മാനേജേഴ്സിന്റെയും മറ്റ് ജീവനക്കാരുടെയൊക്കെ നമ്പറുകൾ കളക്ട് ചെയ്ത പോലീസ് ആ നമ്പറുകളിലേക്ക് വിളിച്ചപ്പോൾ അവരാരും ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും സുഖനിദ്രയിലാണ്. ആ ബാങ്കിൽ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും കാണാത്തതുകൊണ്ട് പോലീസുകാര് കുറച്ചു നേരം അവിടേക്ക് നിന്നതിന് ശേഷം അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മടങ്ങി. പോലീസുകാർ പോയി കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നേരം പുലർന്നു. രാവിലെ 8:15 കൂടി ആ ബാങ്കിലെ മാനേജറും സെക്യൂരിറ്റി ജീവനക്കാരും സ്ഥലത്തെത്തി. അകത്ത് കിടന്ന മാനേജർ അതുപോലെ അദ്ദേഹത്തിന്റെ ക്യാബിനിലെത്തി. അവിടെ നിന്ന് സാധാരണ അദ്ദേഹം ബാഗൊക്കെ കൊണ്ടുവയ്ക്കാനായി പോകുന്നത് സ്റ്റാഫ് റൂമിലേക്കാണ്. ആ സ്റ്റാഫ് റൂമിലേക്ക് മാനേജർ അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വലതു ഭാഗത്തുള്ള സ്റ്റോർ റൂമിന്റെ ഭാഗത്തേക്ക് ഒന്ന് അറിയാതെ പോകും. സ്ഥിരമായി അങ്ങനെ നോക്കുന്ന ഒരു പതിവ് മാനേജർക്കുണ്ട്. അവിടേക്ക് നോക്കിയപ്പോൾ മാനേജർക്ക് ഒരു സംശയം. ആ സ്ട്രോങ് റൂമിനകത്ത് ലൈറ്റ് കിടക്കുന്നു എന്നൊരു സംശയമാണ് മാനേജർക്കുണ്ടായത്. സ്ട്രോങ് റൂം പൂട്ടി ഇറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് അവര് ഇറങ്ങുക. ക്രിസ്മസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തുടർച്ചയായി ബാങ്കിൽ അവധിയായിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവധിയായിരുന്നു. ആ അവധി കഴിഞ്ഞ് ചൊവ്വാഴ്ച ബാങ്ക് തുറക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ദീർഘ അവധിക്ക് ബാങ്ക് അടയ്ക്കുന്ന സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാണെന്നും എല്ലാ സിസ്റ്റവും കറക്റ്റാ പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്ന ഒരു സ്വഭാവം മാനേജർക്കും അതുപോലെ മറ്റു ജീവനക്കാർക്കും ഉണ്ട്. ലോക്കർ റൂമിനകത്തുള്ള ലൈറ്റ് ആ ലോക്കർ റൂമിന്റെ അടിയിൽ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മാനേജർ ആ ഡോറിലേക്ക് അങ്ങനെ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും ഒന്ന് രണ്ട് ജീവനക്കാർ കൂടി ബാങ്കിനകത്തേക്ക് വന്നു. അവര് ആ സ്ട്രോങ് റൂമിന്റെ അടുത്ത് നിൽക്കുന്ന മാനേജറെ കണ്ടു. എന്താ സാർ? അകത്തേക്ക് വന്ന ജീവനക്കാരൻ അങ്ങനെ ചോദിച്ചതും മാനേജർ അവരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. അവരും ആ കാഴ്ച കണ്ടു. സ്ട്രോങ് റൂമിനകത്ത് നിന്ന് ഒരു പ്രകാശം ആ ഡോറിന്റെ അടിയിൽ കൂടി പുറത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. മാനേജർ അവിടെ എത്തിയ ജീവനക്കാരോട് ചോദിച്ചു, നമ്മള് സ്ട്രോങ് റൂം അടയ്ക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമല്ലോ. അതെ സാർ, ലൈറ്റ് ഓഫ് ചെയ്യാതെ സ്ട്രോങ് റൂം അടയ്ക്കത്തില്ല. ആ ജീവനക്കാരൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ആ മാനേജർ ആ സ്ട്രോങ് റൂമിലേക്ക് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയം പെട്ടെന്ന് അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത ശൈലിയിൽ പടപട ഇടിച്ചു തുടങ്ങി. എന്തോ അശുഭകരമായ കാര്യം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ സംശയം ആ ജീവനക്കാരുടെ പങ്കുവയ്ക്കുമ്പോഴേക്കും 2-3 ജീവനക്കാർ കൂടി അകത്തേക്ക് വന്നു. അപ്പോ സമയം ഏകദേശം 8:25. ഇപ്പൊ ബാങ്കിനകത്ത് 7ഓളം ജീവനക്കാരുണ്ട്. അവര് എല്ലാവരും ആ ലോക്കറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ലോക്കറിൽ സ്പർശിക്കാൻ അവർക്കൊക്കെ ഒരു മടി. അവസാനം അവര് കൂട്ടായി ചർച്ച ചെയ്തിട്ട് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ആ ബാങ്കിൽ നിന്നുള്ള കോൾ വന്നതും പോലീസ് ഉടൻ തന്നെ അവിടെ നിന്ന് ബാങ്കിലേക്ക് തിരിച്ചു. 8:30 മണിയോടുകൂടി പോലീസ് സംഘം ബാങ്കിലെത്തി. ശരിക്കും പോലീസ് അവിടെ എത്തുന്നത് ഒരു വലിയ ടീമിനെയും കൊണ്ടാണ്. തലേദിവസം രാത്രി 3:58 ആ ബാങ്കിന്റെ അലാറം കൃത്യമായും ഒരു നോട്ടിഫിക്കേഷൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അവര് അവിടെ വന്നു പോയിട്ട് അധികം സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ബാങ്കിൽ നിന്ന് കോള് വന്നപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിച്ചെന്ന് തോന്നിയത് കൊണ്ടാണ് ഹയർ ഒഫീഷ്യൽസിനെ വിവരം അറിയിച്ച് ഒത്തിരി പോലീസുകാരെയും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പാഞ്ഞെത്തിയത്. അവിടെ ആ പോലീസ് സംഘം എത്തിയതും മാനേജർ ആ കാഴ്ച അവർക്ക് കാണിച്ചു കൊടുത്തു. ലോക്കർ റൂമിന്റെ അടിയിൽ കൂടി ലൈറ്റ് വരികയാണ്. ആ കാഴ്ച കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ മാനേജറോട് ആ ലോക്കർ തുറക്കാൻ ആവശ്യപ്പെട്ടു. മാനേജറും മറ്റൊരു ഉദ്യോഗസ്ഥരും ചേർന്ന് സംയുക്തമായിട്ടാണ് ആ ലോക്കർ തുറക്കാനുള്ളത്. അവരുടെ വലത് കൈ ലോക്കറിന്റെ പുറത്തുള്ള പ്രതലത്തിലേക്ക് പതിപ്പിക്കുമ്പോൾ ആ ബയോമെട്രിക് സംവിധാനം ആക്റ്റീവ് ആവും. അതിനുശേഷം മാത്രമേ ആ താക്കോലിട്ട് ആ ഡോറ് തുറക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും വിചാരിക്കാതെ ആ ലോക്കർ തുറക്കാൻ പറ്റില്ല എന്നാണ്. ആ ലോക്കർ ആ കൈ വെച്ച് ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം താക്കോലുകളിട്ട് മാനേജറും അസിസ്റ്റന്റ് മാനേജറും കൂടി തുറന്നു. ആ ഡോറ് തുറന്നപ്പോൾ വളരെ വിശാലമായ ഒരു റൂമിലേക്കാണ് അവർ കടക്കുന്നത്. ആ റൂമിലേക്ക് കടന്ന ആ നിമിഷത്തിൽ മാനേജറും അസിസ്റ്റന്റും പുറകെ വന്ന പോലീസും ശരിക്കും അങ്ങനെ നിന്നു പോവുകയാണ്. ആ സ്ട്രോങ് റൂമിൽ 3200 സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകളുണ്ട്. വലിയ ലോക്കറുകളാണ്. നോട്ടുകെട്ടുകളും ആഭരണങ്ങളും ഡോക്യുമെന്റ്സും ഒക്കെ ആളുകൾക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സംവിധാനമാണ് ആ സേഫ് ലോക്കറുകൾ. ആ ലോക്കറുകളിൽ ഒരുപാടെണ്ണം തുറന്നിരിക്കുന്ന കാഴ്ചയാണ്
മാനേജറും അസിസ്റ്റന്റ് മാനേജറും പോലീസും കൃത്യമായി കാണുന്നത് ഒരു കൊള്ള ആ ഡോറ് തുറക്കാതെ നടന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ കൊള്ള നടത്തിയതിനു ശേഷം ഡോറ് പൂട്ടി കള്ളന്മാർ പോയിരിക്കുകയാണ്. രണ്ടിലേതോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ജർമ്മനിയിൽ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ബാങ്കുണ്ട്. ആ ബാങ്കിന്റെ ഉടമ എന്ന് പറയുന്നത് അതാത് മുനിസിപ്പാലിറ്റികളാണ്. 100% ഗവൺമെന്റ് ഓൺഡ് ബാങ്കുകളാണവ. ആ ബാങ്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതാത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആളുകൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. ആളുകൾക്ക് ലോൺ കിട്ടാൻ മറ്റ് ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല. ഈ ബാങ്ക് മതി. ആ മുനിസിപ്പാലിറ്റിയുടെ വളർച്ച, അതാണ് ആ ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വൻ ഡെപ്പോസിറ്റുകളാണ് ഈ സ്പാർക്കസ് ബാങ്കുകളിലുള്ളത്. അത്തരത്തിലുള്ള ഒരു ബാങ്കിലാണ് കണ്ണഞ്ചിക്കുന്ന ഒരു മോഷണം നടന്നിരിക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരും പോലീസും ആ ബാങ്കിലേക്ക് ആ കള്ളന്മാർ എങ്ങനെ കടന്നു എന്ന് നോക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയിൽ കാണുന്നത്. കള്ളന്മാർ കടന്നിരിക്കുന്നത് ആ ലോക്കർ റൂമിലെ ഒരു ചുവര് തുരന്നിട്ടാണ്. ആ ചുവര് ഒരു കാരണവശാലും പുറത്തുനിന്ന് തുരക്കാൻ പറ്റില്ല. ആ ചുവരിന് അപ്പുറത്ത് വേറെ മുറിയുണ്ട്. ആ മുറിയിലേക്ക് പോകാൻ വേറെ വഴിയുമുണ്ട്. പോലീസിനെ മാനേജർ ആ ചുവരിന് അപ്പുറത്തുള്ള മുറിയിലെത്തിച്ചു. ആ മുറിയിലേക്ക് സാധാരണഗതിയിൽ ഒരാൾക്കും കടക്കാൻ പറ്റില്ല. അവിടെ അലാറം സിസ്റ്റം ഉണ്ട്. ആ അലാറം സിസ്റ്റത്തിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ അലാറം സിസ്റ്റത്തിനെ മുഴുവൻ മറികടന്നുകൊണ്ട് ആ മുറിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനുവേണ്ടി അവിടെ ഒരു ഡോറ് കറക്റ്റ് പൊളിച്ചിരിക്കുകയാണ്. ആ പൊളിച്ചിരിക്കുന്ന ഡോറ് വഴി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള 7ഓളം വ്യത്യസ്ത ഡോറുകളും ചുവരുകളും തകർത്താണ് ഈ സ്ട്രോങ് റൂം ഇരിക്കുന്ന ഭാഗത്ത് എത്തിയിരിക്കുന്നത്. ഈ കള്ളന്മാർ എങ്ങനെ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അവസാനം പോലീസിന് കിട്ടി. ഏറ്റവും അവസാനം ആ ബാങ്കിന്റെ പുറം ചുവര് തുരന്നിരിക്കുകയാണ്. ആ പുറം ചുവര് തുരക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാനായി പോലീസിന്റെ ഒരു ടീം ബാങ്കിന്റെ പുറത്തെത്തി. അവര് ബാങ്കിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയൊന്നും തുരന്നിട്ടില്ല. അവര് അന്വേഷിച്ച് എത്തുന്നത് തൊട്ട് സമീപത്തുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ബാങ്കിന്റെ വാഹനങ്ങൾ മാത്രമല്ല, പൊതു വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, ഒരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ചുറ്റും ചുവരുണ്ട്. ആ ചുവരുകളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് തുരന്നാൽ കടക്കുന്നത് ബാങ്കിനകത്തേക്കാണ്. അത് കൃത്യമായി അറിയാവുന്ന കള്ളന്മാർ ആ ഭാഗത്തൂടെ തുരന്ന് ബാങ്കിനകത്ത് കടന്ന് ബാങ്കിനകത്ത് 7ഓളം ചുവരുകളും വാതിലുകളും തകർത്ത് സ്ട്രോങ് റൂമിന്റെ ഭാഗത്തെത്തി ആ സ്ട്രോങ് റൂമിന്റെ ചുവര് തകർത്ത് അകത്ത് കയറി ആ സേഫ് ലോക്കറുകൾക്കകത്തുള്ള സാധനങ്ങളുമായി മുങ്ങിയിരിക്കുകയാണ്. ലോകത്ത് ഇതുവരെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ശൈലിയിലുള്ള ഒരു അട്ടിപ്പൊള്ളി മോഷണമാണ് നടന്നിരിക്കുന്നത്. ശരിക്കും ഇത്രയും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസിന് പോലും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 50 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള വൃത്തങ്ങളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി വൃത്തങ്ങൾ, വളരെ ഷാർപ്പായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതീവ ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്ന ഒത്തിരിയേറെ വൃത്തങ്ങളിലൂടെ കള്ളന്മാർ അകത്ത് കയറി ആ സേഫ് ലോക്കറുകൾക്കകത്തുണ്ടായിരുന്ന സാധനങ്ങൾ അത് എന്താണോ അതുമായി മുങ്ങിയിരിക്കുകയാണ്. രാവിലെ ബാങ്കിന് മുന്നിൽ ഒരുപാട് പോലീസിനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂസ് ആ നിമിഷം തന്നെ സ്പ്രെഡായി. തകർക്കപ്പെട്ടിരിക്കുന്ന സേഫ് ലോക്കറുകളാണെന്നുള്ള കാര്യം കൂടി ന്യൂസ് ചാനലുകൾ റിലീസ് ചെയ്തപ്പോൾ ഈ ലോക്കറുകൾക്കകത്ത് പണവും പണ്ടവും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ആളുകൾക്ക് പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അവർ ഒന്നടങ്കം ബാങ്കിലേക്ക് പാഞ്ഞെത്തി. ബാങ്കിന്റെ മുന്നിൽ വൻ ആൾക്കൂട്ടമായി. ആളുകളുടെ ഭാഗത്തുനിന്ന് മറ്റു ചില നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വരികയാണ്. അന്ന് നേരം വെളുക്കാറായപ്പോൾ, അതായത് ചൊവ്വാഴ്ച ഡിസംബർ 30 രാവിലെ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു ഓഡി 6S കാറും അതുപോലെ വെളുത്ത നിറത്തുള്ള ഒരു വാനും പോകുന്നത് കണ്ടു എന്ന് ആളുകൾ പോലീസിനോട് പറഞ്ഞു. ആ വാനും അതുപോലെ ആ കറുത്ത ഓടിയും 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നത് കണ്ട ആളുകളുമുണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പല ആളുകളും വാഹനം കൊണ്ട് ഇടുകയും പോവുകയും ചെയ്യും. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങൾ വരുന്നതും പോകുന്നതും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് CCTV സംവിധാനമുണ്ട്. ആ CCTV ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകൾ ഇപ്പോൾ ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് ലഭിച്ച വിഷ്വലുകൾ അവര് ചാനലുകൾ കൊടുത്തപ്പോൾ ചാനലുകൾ അത് ലൈവായി ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പലരും അവരുടെ മൊബൈൽ ഫോണിലൂടെ ആ വിഷ്വലുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വിഷ്വൽ കാണിക്കുന്നത് ആ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കടക്കാനായിട്ട് വരുന്ന വാഹനങ്ങളെ ചെക്ക് ചെയ്താണ് അകത്തേക്ക് വിടുക. അകത്തേക്ക് വിടുന്ന വാഹനങ്ങൾ തിരിച്ചു പോകുമ്പോൾ പാർക്ക് ചെയ്ത സമയത്തിനനുസരിച്ച് വാടക അവിടെയുള്ള സ്ഥലത്ത് കൊടുക്കണം. അവിടെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഉള്ളത്. ആ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ കാർഡ് ഒരിച്ചതിന് ശേഷം
പണം അടച്ച് അവിടെ നിന്ന് പോവാം. അല്ലെങ്കിൽ അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിലേക്ക് നമുക്ക് നോട്ടുകൾ ഇടുകയും ചെയ്യാം. ആ ഭാഗത്തുള്ള ക്യാമറയുടെ വിഷ്വലാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ആ വിഷ്വലിൽ കാണുന്നത് ഒരു വ്യക്തി അവിടെയുള്ള ആ ചെക്ക് പോസ്റ്റ് പോലെ ഇരിക്കുന്ന ആ പോളിനെ എടുത്ത് പൊക്കുന്നതാണ്. വേറൊരാള് കാറിൽ ഇരിപ്പുണ്ട്, ആ കറുത്ത നിറത്തിലുള്ള ഓഡി കാറിൽ. ആ കാറ് ആ ചെക്ക് പോസ്റ്റ് അങ്ങനെ എടുത്ത് പൊക്കിയപ്പോൾ പതുക്കെ മൂവ് ചെയ്ത് പോവുകയാണ്. അവർ രണ്ടുപേരും കറുത്ത ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഓരോ കോട്ടുകളും ഇട്ടിട്ടുണ്ട്. ആ കോട്ടുകൾ കണ്ടാൽ അറിയാം അവർ പണിക്കാരാണ്. ബാങ്കിലൊക്കെ അത്യാവശ്യം ഇലക്ട്രിക് പണിയും മറ്റുമൊക്കെ ചെയ്യുന്ന ജീവനക്കാരാണെന്ന് തോന്നിക്കുന്ന ശൈലിയിലുള്ള കോട്ട അവരിട്ടിരിക്കുന്നത്. രണ്ടുപേരും മാസ്ക് വെച്ചിട്ടുണ്ട്. ശരിക്കും അവരുടെ കണ്ണുകൾ മാത്രമാണ് കൃത്യമായി കാണാൻ കഴിയുന്നത്. എന്തായാലും അടിപൊളി ഒരു വിഷ്വലാണ് കിട്ടിയിരിക്കുന്നത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് പോലീസിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നായി കിട്ടുന്നത്. ആ ബാങ്ക് തുറക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളെല്ലാം അവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ മറ്റൊരു ടീം സ്റ്റോറിനകത്ത് പരിശോധന തുടങ്ങി. അവിടെ പലതും വലിച്ചുവാരി ഇട്ടിരിക്കുകയാണ്. ആ വലിച്ചുവാരി ഇട്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് പോലീസിന് കിട്ടിയ സാധനങ്ങൾ സേഫ് ലോക്കറുകൾ തുറക്കാനും കട്ട് ചെയ്യാനും ഉപയോഗിച്ച ഉപകരണങ്ങളാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു, ഇനി നിങ്ങൾ ഇത് എടുത്തോ എന്ന് ബാങ്കുകാരോട് പറയാതെ പറയുന്ന ശൈലിയിൽ ആ ഉപകരണങ്ങൾ അവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ലോക്കർ റൂം ശരിക്കും ഒരു യുദ്ധക്കളം ആയിട്ടുണ്ടെന്ന് അർത്ഥം. 3200 വലിയ ലോക്കറുകളുള്ള ഒരു കൂറ്റൻ ലോക്കർ റൂമിലേക്കാണ് ഈ കള്ളന്മാർ കടന്നിരിക്കുന്നതും മോഷണം നടത്തിയിരിക്കുന്നതും. ഈ വാർത്ത പ്രചരിച്ചപ്പോൾ 3200 ലോക്കറുകളും തകർത്ത് അതിനകത്തുള്ള മുതലുമായി കൊള്ളക്കാർ കടന്നുപോയിരിക്കുന്ന ശൈലിയിൽ ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊള്ള എന്നാണ് ജർമ്മൻ മാധ്യമങ്ങൾ ആ കൊള്ളയെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ വാർത്ത അറിഞ്ഞിട്ട് തടിച്ചുകൂടിയ ആളുകൾ ഉറക്കെ ബഹളം വയ്ക്കുകയാണ്. അവരുടെ സാധനമാണല്ലോ ബാങ്കിനകത്ത് ഇരിക്കുന്നത്. ബാങ്കിന് ആ ലോക്കറിനകത്ത് എന്തുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. പുറത്തേക്കുന്ന ആളുകൾക്കാണ് ധാരണയുള്ളത്. അവർക്ക് അവരുടെ ലോക്കർ തകർക്കപ്പെട്ടോ എന്ന് അറിയത്തുമില്ല. 3200 ലോക്കർ തകർക്കപ്പെട്ടു എന്ന് കേട്ടാൽ എല്ലാവരുടെ ലോക്കറും തകർത്ത് എല്ലാവർക്കും പോയോ എന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അങ്ങനെയല്ല. ചില ലോക്കറുകൾ തുറക്കപ്പെട്ടിട്ടില്ല എന്ന വാർത്തയും കേൾക്കുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ ലോക്കർ തുറന്നോ ഇല്ലയോ എന്നറിയാൻ പുറത്തേക്കുന്ന ആളുകൾക്ക് ആകാംക്ഷ കൂടുമല്ലോ. അവരെ ബാങ്കിനകത്തേക്ക് കയറ്റണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ പോലീസ് അവരെ അകത്തേക്ക് കയറ്റാതെ വലിയൊരു മതിൽ പോലെ നിന്ന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. തോക്കുകൾ ചൂണ്ടി നിൽക്കുകയാണ് പോലീസ്. പുറത്തേക്കുന്ന ആളുകളാണെങ്കിൽ വല്ലാതെ വയലന്റ് ആവുകയാണ്. പലരുടെയും ജീവിതം കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ആ ലോക്കറിലായിരുന്നു. അത് മുഴുവൻ മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഇനി ജീവിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾ ആ ആൾക്കൂട്ടത്തിന് ഇടയിലുണ്ട്. അവർ ഉറക്കെ ആക്രോശിക്കുകയും കരയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെ ചാനലുകൾ ഒപ്പിയെടുത്ത് ആളുകൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ ഒരു ബഹളം. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉള്ളതുപോലെ ധാരാളം CCTV ക്യാമറകൾ ഈ ബാങ്കിനകത്തും ഉണ്ട്. ബാങ്കിനകത്തുള്ള CCTV ക്യാമറകൾ എന്തായാലും അവരുടെ വിവരങ്ങൾ ഒപ്പിയെടുത്തുകയാണ്. പോലീസ് ആ ഒരു പ്രതീക്ഷയിൽ ആ ക്യാമറകളുമായി ബന്ധപ്പെട്ട ഡേറ്റ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് നോക്കുമ്പോഴാണ് അവിടെയും അവരെ ആ കൊള്ളക്കാര് കബളിപ്പിച്ചു എന്ന് മനസ്സിലാകുന്നത്. ബാങ്കിലേക്ക് കയറിയ സമയത്ത് തന്നെ അവൻ ആദ്യം ചെയ്തത് ആ കേബിളുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഭാഗ്യത്തിന് അവർ ആ DVR ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല, എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ കയറിയത് മുതലുള്ള ഒരു വിഷ്വലുകളും ആ ബാങ്കിനകത്ത് ആ ക്യാമറകൾ ഒപ്പിയെടുക്കരുതെന്നുള്ള നിർബന്ധം മാത്രമേ ആ കൊള്ളക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. നല്ല കൊള്ളക്കാർ. അവര് അവിടെ എന്ന് കയറി എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിനകത്ത് ഉള്ള CCTV വിഷ്വലുകൾ അത് പോലീസിനോട് വ്യക്തമാക്കി. അവന്മാർ ഈ ബാങ്കിനകത്ത് കയറിയിരിക്കുന്നത് ശനിയാഴ്ചയാണ്. ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസം കൊണ്ടാണ് ആ കൊള്ളക്കാർ ആ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ചുവരുകളും തകർത്ത് അകത്ത് കയറി ഈ പറഞ്ഞ മോഷണം നടത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ തകർക്കപ്പെട്ട ആ ലോക്കറുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നൊന്നായി പുറത്ത് വന്നു തുടങ്ങിയാണ്. ആ ഇൻഫർമേഷൻ ശരിക്കും ഞെട്ടലുണ്ടാക്കുന്നതാണ്. തകർക്കപ്പെട്ടിരിക്കുന്ന ആ സേഫ് ലോക്കറുകൾ എല്ലാം വൻതോതിൽ പണമുള്ള ലോക്കറുകൾ മാത്രമാണ്. 3200 ലോക്കറുകളുള്ള ആ ബാങ്കിനകത്ത് തകർത്തത് വെറും 400 ലോക്കറുകൾ മാത്രമാണ്. ആ 400 ലോക്കറുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ നഗരത്തിലെ പണക്കാർ മാത്രം എടുത്തിരിക്കുന്ന ലോക്കറുകൾ തിരഞ്ഞു പിടിച്ച് തകർത്തിരിക്കുകയാണ്. അകത്ത് കിടന്ന കള്ളന്മാർക്ക് ആ ലോക്കറുകൾ ആരുടേതേക്കാണ് എന്ന് അറിയാമെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് പോലും ശരിക്കും ലോക്കർ രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് നോക്കി മാത്രമേ ആ ലോക്കർ ഇന്ന ആളുടെ പറയാൻ പറ്റൂ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ പണക്കാരുടെ ലോക്കറുകൾ മാത്രം തിരഞ്ഞു പിടിച്ച് തകർക്കുകയും അതിനകത്തുള്ള സാധന സാമഗ്രികൾ എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ തകർക്കപ്പെട്ട 400 ലോക്കറിലും ഉള്ള സാധനങ്ങൾ എത്രയാണെന്ന് ബാങ്കുകാർക്ക് അറിവില്ലാത്തതുകൊണ്ട് ആ ലോക്കർ ഉടമകളെ ബാങ്കുകൾ വിവരം അറിയിച്ചു.
അവർ പലരും ബാങ്കിന്റെ മുൻവശത്ത് പോലീസുമായി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് പത്രക്കാർ സംസാരിക്കുമ്പോൾ പലരും അവരുടെ ലോക്കറുകളാണ് തകർക്കപ്പെട്ടെന്നുള്ള വിവരം ലീക്കായതും അതിൽ പലരും ബോധം കെട്ട് തറയെ വീഴും പോലെയായി. അവിടെ താഴെ വീണ ആളുകൾ പലരും ജർമ്മൻകാരല്ലാത്ത ആളുകൾ ലോക്കറിന് സമീപിക്കുമ്പോൾ ആ ലോക്കർ അലോട്ട് ചെയ്യുന്ന ഒരു ബാങ്കിലാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത്. ഈജിപ്റ്റ്, തുർക്കി, സൗദി, UAE അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ, അവിടെ നിന്നൊക്കെയുള്ള അറബി വംശജർ അവരുടെ സ്വത്തുവകകൾ സൂക്ഷിക്കുന്ന ബാങ്ക് ലോക്കറുകളാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ആ വാർത്ത കൂടി പ്രചരിച്ചതും പലരും കണക്കുകൾ കൂട്ടി തുടങ്ങിയാണ്. എന്നാലും എത്ര മോഷ്ടിക്കപ്പെട്ട് കാണും? ചിലര് ഒറ്റയടിക്കൊരു കണക്കുണ്ടാക്കി. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 1,000 കോടി രൂപയുടെയെങ്കിലും സ്വത്തുക്കൾ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി കാണുമെന്നുള്ള ശൈലിയിൽ ന്യൂസ് ചാനലുകൾ ഫ്ലാഷ് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ അത് വലിയ വെണ്ടയ്ക്കായിട്ട് അടിച്ചു വരികയാണ്. ചാനലുകളിൽ ആ വാർത്ത വരുന്നതിനിടയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആ പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്ന ആ കറുത്ത ഓടി കാറിനെ ഏതോ CCTV ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ വിഷ്വൽ തന്റെ സോഷ്യൽ മീഡിയ പേജ് ഇട്ട വ്യക്തി ഈ കാറിലാണ് കള്ളന്മാർ അവിടെ വന്ന് മോഷ്ടിച്ചെന്ന് പറയുകയാണ്. വേറൊരു വ്യക്തി അതേ ശൈലിയിൽ ഒരു വെളുത്ത വാനിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട പോലീസ് പരസ്യമായി നാട്ടുകാരുടെ ഒരു അഭ്യർത്ഥന നടത്തി. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തെളിവുകൾ ദയവായി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കരുത്, അത് ഞങ്ങൾക്ക് നൽകണം. കള്ളന്മാർ ആരാണെന്ന് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. ഈ പോസ്റ്റുകൾ അവർ കാണുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ അത് സൗകര്യമാണ്. അങ്ങനെ പോലീസിന്റെ ഒരു പ്രസ്താവന വരുമ്പോഴേക്കും ആ കറുത്ത കാറ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുകയും ചെയ്തു. ആ കറുത്ത കാറിൽ ഉണ്ടായിരുന്ന നമ്പർ പ്ലേറ്റ് വേറൊരു കാറിൽ നിന്ന് അടിച്ചു മാറ്റി വെച്ചിരുന്നതാണ്. അതുപോലെ വാന് കിട്ടി, അതും മോഷ്ടിക്കപ്പെട്ടതാണ്. ഇനി ബാങ്കിനകത്തുനിന്ന് ഇഷ്ടംപോലെ ഉപകരണങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അവിടെ പക്ഷേ നമ്മൾ കുറ്റം പറയുന്നത് എല്ലാം നല്ല ഒറിജിനൽ ഉപകരണങ്ങളാണ്. കട്ടറാണെങ്കിലും ചുവര് തുരപ്പനാണെങ്കിലും അതുപോലെ ഈ ലോക്കർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം അതുപോലെ തന്നെയാണ്. ഇതിനും അപ്പുറത്തേക്ക് പോലീസിനെ രസിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഈ ലോക്കറിനകത്തുനിന്ന് ഒരു തരത്തിലുള്ള ശബ്ദം പുറത്തു വരാതിരിക്കാനായി ആ ലോക്കർ റൂമുമായി കണക്ട് ചെയ്തുള്ള എല്ലാ ഭാഗത്തും പ്രത്യേക തരത്തിലുള്ള ഒരു ഫോം, ഒരു മെത്തേഡ്, ഒരു ഭാഗം ഈ കള്ളന്മാർ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അകത്തുള്ള ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അതവരെ സഹായിച്ചു എന്ന് വ്യക്തമാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അതിൻ്റെ ഒരു ചെറിയ ലീക്ക് ഉണ്ടായപ്പോഴാണ് ആ പ്രകാശം ആ ലോക്കർ റൂമിന്റെ അടിയിൽ കൂടി പുറത്തേക്ക് വന്നത്. ഇല്ലെങ്കിൽ അപ്പോഴും ആരും അറിയുമായിരുന്നില്ല. ആ ലോക്കർ റൂമിനകത്ത് കുറെ നേരം കള്ളന്മാർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള അനവധി സാമഗ്രികളും അവിടെ നിന്ന് കിട്ടി. കാര്യമായി അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളും കുടിച്ച വെള്ളത്തിന്റെ കുപ്പികളും ഒക്കെ അവിടെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുകയാണ്. വലിച്ചുവാരി ഇടുന്ന ഒരു സ്വഭാവമൊന്നും അവർക്കില്ല എന്ന് ആ കൂട്ടിവെക്കുന്ന ഒരു ഐഡിയ കാണുമ്പോഴേ അറിയാം. ഒരു അടുക്കും ചിട്ടയുമുള്ള കള്ളന്മാർ. എന്തായാലും ആ കുപ്പിയും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു. ആ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് DNA എന്തായാലും കിട്ടും. അതുവഴി കള്ളന്മാർ ആരാണെന്ന് അറിയാൻ പറ്റും. കള്ളന്മാരുടെ DNA പോലീസിന്റെ കയ്യിലുണ്ടെങ്കിൽ മാച്ചിങ് നടക്കും. ആ ഒരു പ്രതീക്ഷ എന്തായാലും പോലീസിന് നൽകിയത് ഒരു വല്ലാത്ത ആശ്വാസമാണ്. പക്ഷെ ഇപ്പോഴും പോലീസിനെ അലട്ടുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. ആ ബാങ്കിന്റെ ലോക്കർ റൂമിലേക്കുള്ള ആ പാസേജ് കൃത്യമായി ആ പാർക്കിംഗ് ഗ്രൗണ്ടിലെ ആ പ്രത്യേക സ്ഥലത്തുള്ള മതിൽ പൊളിച്ചാൽ കണക്റ്റഡ് ആകുമെന്ന് കള്ളന്മാർ എങ്ങനെ മനസ്സിലാക്കി? ആ പാർക്കിംഗ് ഗ്രൗണ്ടിലെ ആ പ്രത്യേക സ്ഥലം തുറന്ന് അതുവഴി അകത്തേക്ക് കടന്ന അവർ വിവിധ വാതിലുകൾ അല്ലെങ്കിൽ ചുവരുകൾ തകർത്തും തുരന്നുമൊക്കെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർ ആ തുരന്നിരിക്കുന്നതും തകർത്തിരിക്കുന്നതുമായ സ്ഥലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതെല്ലാം ഈ അലാറം സിസ്റ്റത്തിന് പുറത്താണ്. ആ വഴിയിലൂടെ കടന്നുപോയാൽ ബാങ്കിന്റെ അലാറം സിസ്റ്റം അവരുടെ ആ വരവ് അറിയില്ല എന്ന് അറിയാവുന്ന ആരോ ആണ് കൃത്യമായി ആ പ്ലാൻ നടപ്പിലാക്കിയിരിക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് ആ ബാങ്കിന്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ആ ബ്ലൂ പ്രിന്റ് കൈ വേണം. അല്ലെങ്കിൽ ബാങ്കിനകത്തുള്ള ആരെങ്കിലും അവർക്കൊപ്പം ഉറപ്പായും ആ വഴി കാണിച്ചു കൊടുക്കാനായി ഉണ്ടാകണം. അതിനും അപ്പുറത്തേക്ക് പോലീസ് മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. അറബി വംശജരായ പണക്കാരുടെ ലോക്കറുകളാണ് ഭൂരിപക്ഷവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ലോക്കറുകൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിരിക്കുകയല്ല, റാൻഡമായിരിക്കുന്ന ആ ലോക്കറുകൾ എങ്ങനെ ഈ കള്ളന്മാർ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു? ഒരു ലോക്കർ തുറക്കുന്ന ആള് സ്വാഭാവികമായി അതിനടുത്തിരിക്കുന്ന ലോക്കർ തുറക്കുമല്ലോ. അത് തുറക്കാതെ 4 ലോക്കർ കഴിഞ്ഞിട്ട് പണക്കാരുടെ ലോക്കർ മാത്രം അയാൾ തുറന്നിരിക്കുകയാണ്. അത് അറിയണമെങ്കിൽ ബാങ്കിനകത്തുള്ള ആ ലോക്കർ റൂമിന്റെ രജിസ്റ്റർ ഈ കള്ളന്മാർക്ക് കിട്ടിയിരിക്കണം. പക്ഷെ കള്ളന്മാർ ആ ലോക്കർ റൂമിന് പുറത്തേക്ക് പോയിട്ടുമില്ല. അതിനർത്ഥം രജിസ്റ്റർ അവൻ അതിനകത്ത് പോയി എടുത്തില്ല എന്നാണ്. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടി പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ട്. ബാങ്കിന്റെ ചുവരുകളുടെ കനം
അത് നേരത്തെ തന്നെ ഈ തുരപ്പന്മാർക്ക് അറിയാം. അത് തുരക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, അവര് ആ തുരക്കാൻ ആവശ്യമായ എനർജി അതെടുത്തത് ആ ബാങ്കിനകത്ത് നിന്ന് തന്നെയാണ്. ബാങ്കിന്റെ പവർ സ്വിച്ചുകൾ ഉപയോഗിച്ച് തന്നെയാണ് അവരുടെ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്തത്. പോലീസിന് എന്തായാലും ഒരു നിർണായക തെളിവ് കിട്ടിയിട്ടുണ്ട്. അത് ആ ഡ്രില്ലിംഗ് മെഷീനുകളാണ്. വളരെയേറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീനുകളാണ് ആ ബാങ്ക് തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഡ്രില്ലിംഗ് മെഷീനുകൾ ഏത് കമ്പനിയുടേതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ആ കമ്പനികളുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിച്ചാളെ കണ്ടെത്താൻ എന്തായാലും പോലീസിന് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിന് തുടക്കം മുതലേ ഉണ്ട്. അവര് ആ കമ്പനികളെ സമീപിച്ചു. പോലീസിന് ഒരു കാര്യം കൂടി ആ ലോക്കർ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈ കുപ്പിയും പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അവര് മാറ്റി വെച്ച സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. അവിടെ നിന്ന് കിട്ടിയത് ഒരു ഫോണാണ്. കള്ളന്മാർ ഉപയോഗിച്ചിരുന്ന ഫോണ് കിട്ടിയപ്പോൾ പോലീസ് എന്തായാലും അതൊരു വല്ലാത്ത മുതൽക്കൂട്ടാവുകയാണ്. പക്ഷെ അതൊരു ബർണർ ഫോണാണ്. അതായത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോണാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കിട്ടിയത്. ആ ഫോണ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പോലീസിന് ആ ഫോണിലേക്ക് വന്ന കോളുകളുടെ ഒരു ലിസ്റ്റ് കിട്ടി. ആ കോളുകളൊക്കെ ഇതേപോലുള്ള ബർണർ ഫോണുകളിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോ ആ പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബാങ്കിന്റെ ചുറ്റുവട്ടത്തുള്ള CCTVകളിൽ നിന്ന് കണക്ട് ചെയ്തതുമായ കുറെ വിഷ്വൽ പോലീസിന്റെ കൈവശമുണ്ട്. ആ വിഷ്വലുകളിൽ പോലീസിന് ഒരു കാഴ്ച കാണാം. ഈ കറുത്ത ഡ്രസ്സ് ധരിച്ച ആ ജീവനക്കാരുടെ കോട്ട് ധരിച്ച വ്യക്തികൾ രാത്രിയാകുമ്പോൾ തലയിൽ ടോർച്ച് പോലുള്ളൊരു സാധനം വെച്ചിരിക്കുകയാണ്. ഒരു റിബൺ ഇട്ട് കെട്ടിയിരിക്കുകയാണ്. ആ ടോർച്ച് നെറ്റിയിലുള്ളത് കൊണ്ട് കണ്ണുകൾ മാത്രമാണ് ബാലൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ആളുകളിൽ ഒരാള് എപ്പോഴും പുറത്തുണ്ട്, ഒരാൾ എപ്പോഴും ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലാണ്. രണ്ടുപേര് ആ തുരക്കുന്ന ഭാഗത്താണ്, രണ്ടുപേര് ആ തുരന്ന തുരങ്കം വഴി അകത്തേക്ക് കടന്നിട്ടുണ്ടാവും. ഒരു കോർഡിനേഷൻ കറക്റ്റാ ഉണ്ടെന്ന് അർത്ഥം. പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ എത്തുകയാണ്. മിനിമം 6 പേരെങ്കിലും ആ കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ആ ഫോണുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഒരു കാര്യം കൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കൊള്ള നടക്കുന്നതിന് മുന്നേ തന്നെ ആ ഫോണുമായി കൊള്ളക്കാര് ബാങ്കിന്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. GPS ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് പോലീസിന് മനസ്സിലായി. വ്യാജരേഖകൾ ഉപയോഗിച്ച് താൽക്കാലികമായി എടുത്തിരിക്കുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഫോണുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വഴി ഈ കൊള്ളക്കാരിലേക്ക് എത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഏകദേശം 31 ആയപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. സംഭവം നടന്ന് 48 മണിക്കൂറായപ്പോൾ പത്രങ്ങളും ചാനലുകളും സോഷ്യൽ മാധ്യമങ്ങളും ഈ വിഷയം അങ്ങ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരമറിഞ്ഞ് ആ ലോക്കർ എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ബാങ്കിലേക്ക് എത്തിയെങ്കിലും ബാങ്ക് താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ബാങ്ക് അടച്ചുപൂട്ടോട് ചെയ്തതോടുകൂടി ആളുകളാകെ വട്ടായതുപോലെയായി. ഏതൊക്കെ ലോക്കറുകളാണ് തകർക്കപ്പെട്ടതെന്ന് കൃത്യമായും ഒരു വിവരം ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ബാങ്ക്. അതുകൊണ്ട് തന്നെ ഈ 3200ഓളം ലോക്കറുകളുടെ ഉടമകളും വല്ലാതെ വയലന്റ് ആണ്. പോലീസ് ആദ്യം ആ ലോക്കർ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ലോക്കറുകളിലും ചുവരുകളിലും ഒക്കെ ഒരു കറുത്ത സ്പ്രേ അടിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. ബാങ്കുകാർ അടിച്ച കറുത്ത സ്പ്രേ അല്ല എന്ന് അത് കണ്ടപ്പോഴേ മാനേജർ പോലീസിനോട് പറഞ്ഞു. കള്ളന്മാര് എന്തിനായിരിക്കാം ആ കറുത്ത സ്പ്രേ അടിച്ചത്? അതിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന് ലഭിച്ച മറുപടി രസകരമായ ഒന്നാണ്. ബാങ്കിന്റെ ഈ സെൻസറിംഗ് സംവിധാനത്തെ തകരാറിലാക്കാൻ കഴിയുന്ന സംഭവമാണ് ആ സ്പ്രേ എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് സെൻസർ ഉള്ളതെന്ന് കൃത്യമായി അറിയാവുന്ന കള്ളന്മാർ ആ സെൻസർ ഉള്ള ഭാഗത്തൊക്കെ ആ സ്പ്രേ അങ്ങ് അടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അവരുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റയും ആ സെൻസറുകൾ വഴി ബാങ്കിന് ലഭിക്കരുതെന്ന് നേരത്തെ കൂടി തീരുമാനിച്ചുറപ്പിച്ച കള്ളന്മാർ അത് ഭംഗിയായി ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൊള്ള നടത്തിയിരിക്കാൻ സാധ്യതയുള്ള ടീമുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അതിൽ 1ാം സ്ഥാനത്ത് അവർ കണ്ടെത്തിയത് കരാർ ജീവനക്കാരെയാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് പലപ്പോഴും ആ ബാങ്കിൽ നടക്കാറുണ്ട്. ആ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടത്തുന്നത് ഏതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട കരാർ ജീവനക്കാരായിരിക്കും. അത്തരത്തിലുള്ള കരാർ ജീവനക്കാർക്ക് ആ ബാങ്കിന്റെ ഒരു ഏകദേശ രൂപം കൃത്യമായി അറിയാൻ പറ്റും. ആ ബാങ്ക് ബിൽഡിങ് റോഡിൽ നിന്ന് കാണുമ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധമുള്ളതായി ആർക്കും തോന്നത്തില്ല. ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം വളഞ്ഞു വരുമ്പോൾ അതിന്റെ ഒരറ്റമാണ് ശരിക്കും ഈ പാർക്കിംഗ് ഗ്രൗണ്ടുമായി കണക്ട് ആവുന്നത്. അത് അറിയാവുന്ന ആളുകൾ നേരത്തെ അവിടെ വന്ന് ജോലി ചെയ്ത ആരെങ്കിലും ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ആ ജോലിക്കാർക്ക് മറ്റൊരു കാര്യം കൂടി അറിയാമായിരിക്കണം. ആ ഭിത്തിയുടെ കനം, അതുപോലെ ഈ ഓൾട്ട് റൂമിന്റെ ഭിത്തിയുടെ കനം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, ആ ഓൾട്ട് റൂമിന്റെ ഭിത്തി തകർക്കാൻ എന്ത് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാവുന്ന ആളുകൾ നേരത്തെ ആ ബാങ്കുമായി ബന്ധമുള്ള ആളുകളാണെങ്കിലേ പറ്റൂ. ബാങ്കുമായി ബന്ധമുണ്ടാകുന്നത് ഇതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കാണ്. അവരെയാണ് പോലീസ്
പ്രഥമ പരിഗണന ലിസ്റ്റിലാക്കിയത്. ഈ കള്ളന്മാരുടെ പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തെ ടൈപ്പ് പ്രൊഫൈൽ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഗാർഡുകളുമായി ബന്ധിപ്പിച്ചാണ്. സെക്യൂരിറ്റി ഗാർഡുകളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവിടെ ആ ബാങ്കിൽ അലാറം സിസ്റ്റം ഉണ്ട്. പക്ഷെ ആ അലാറം സിസ്റ്റത്തെ ഏതൊക്കെ വഴിയിലൂടെ നടന്നാൽ മറികടക്കാൻ പറ്റുമെന്ന് ആ അലാറം സിസ്റ്റത്തിന്റെ പ്രവർത്തനം കറക്റ്റായി നോക്കി പഠിച്ച ഒരാൾക്കെ പറയാൻ പറ്റും. ഈ സെക്യൂരിറ്റി ഗാർഡുകൾക്കാണ് അത്തരത്തിലൊരു പഠനം നടത്താൻ എളുപ്പം പറ്റുക. പലപ്പോഴും ഈ അലാറം ചെക്കിംഗ് ചെയ്യുന്നത് അവരാണ്. കൂടെ എല്ലാ അലാറവും പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു അലാറം ഡ്രില്ല് ഈ സെക്യൂരിറ്റിക്കാര് നടത്തി നോക്കാറുണ്ട്. ആ അലാറം ഡ്രില്ല് നടത്തുമ്പോൾ അവന്മാർക്കറിയാം ഏത് ഭാഗത്ത് അലാറം വർക്ക് ചെയ്യില്ലെന്ന്. ആ ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് സെക്യൂരിറ്റിക്കാരെ രണ്ടാമത്തെ പ്രതികളായി പോലീസ് കണ്ടെത്തിയത്. അതുപോലെ ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു സംശയമുണ്ട്. 29-ാം തീയതി രാത്രി, കൃത്യമായി പറഞ്ഞാൽ 30-ാം തീയതി രാവിലെ 3:58 ബാങ്കിലെ അലാറം സിസ്റ്റം കോംപ്രമൈസിന് വിധേയമായി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അവര് ഉടൻ തന്നെ ബാങ്കിൽ പാഞ്ഞെത്തിയതാണ്. പക്ഷെ എന്തുകൊണ്ടോ അവർ ബാങ്കിനകത്തേക്ക് കടക്കാതെ ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയിട്ട് ജീവനക്കാരെ ഫോണിൽ വിളിച്ചു നോക്കി, കിട്ടാഞ്ഞതുകൊണ്ട് സ്റ്റേഷനിലേക്ക് മടങ്ങി. അത് സംശയാസ്പദമാണ്. ആ സമയത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന CCTV വിഷ്വലുകളുടെ ബേസിൽ അന്വേഷിക്കുമ്പോൾ കള്ളന്മാർ ബാങ്കിലുണ്ടായിരുന്നു. ആ സമയത്ത് ബാങ്കിൽ പോലീസ് വളഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും ആ മുഴുവൻ കള്ളന്മാരും പിടിയിലായനെ. അവന്മാർ നേരം വെളുത്തിട്ടാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. പോലീസ് പുറത്ത് കാത്തു നിൽക്കുമ്പോൾ കള്ളന്മാര് ആ അകത്ത് ആഭരണങ്ങളൊക്കെ അവരുടെ കൈവശമുള്ള ചാക്കുകളിലേക്ക് നിറയ്ക്കായിരുന്നു എന്നുള്ള ആ വാർത്തയ്ക്ക് വല്ലാത്തൊരു വാർത്താ പ്രാധാന്യം ഉണ്ടല്ലോ. പോലീസ് രണ്ടാമത് എത്തിയപ്പോഴേക്കും ആ കള്ളന്മാരുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും പോലീസ് മടങ്ങി എത്തുന്നതിന് ഇടയിലുള്ള ആ സമയം അത് മതി ആ കള്ളന്മാർക്ക് ജർമ്മൻ അതിർത്തി കടക്കാൻ. ഇങ്ങനെ പറയുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു കാര്യം അറിയാം. ജർമ്മനിയിൽ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ഈ ഓൾട്ട് റൂമിലേക്ക് സാധാരണഗതിയിൽ പോലീസിന് കടക്കാൻ അനുവാദമില്ല. ബാങ്കിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായാൽ അഗ്നിശമന വിഭാഗക്കാര് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബാങ്കിൽ പോലീസിന് ഓൾട്ട് റൂമിലേക്ക് കടക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ ആ ലോക്കറിനകത്ത് പെട്ടുപോയി എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാലും ആ ആളുകളെ രക്ഷിക്കാനായി പോലീസിന് ആ ലോക്കർ റൂമിലേക്ക് കടക്കാൻ പറ്റും. ഈ സാഹചര്യങ്ങളല്ലാതെ ലോക്കർ റൂമിലേക്ക് പോലീസിന് കടക്കാൻ വലിയ പാടാണ്. ബാങ്കുകളിലേക്ക് തോക്കുമായി ഇരച്ചു കയറുന്ന കൊള്ളക്കാർ അവിടെയുള്ള ജീവനക്കാരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തി കസ്റ്റമേഴ്സിനെയൊക്കെ ബന്ദിയാക്കി അവിടെ നിന്ന് പണവും ആഭരണങ്ങളൊക്കെ കവരാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിനകത്ത് കയറാം. അതിനകത്ത് പിന്നെ അവർ ചെയ്യുന്നതൊക്കെ അവരുടെ നിയമമായിരിക്കും. ബാങ്കിന്റെ നിയമം അവിടെ അവസാനിക്കും. ഇതിനു പുറമെ പോലീസിന്റെ അന്വേഷണം പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ പാർക്കിംഗ് സ്പേസിലാണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിലൂടെയാണ് എല്ലാ മെറ്റീരിയൽസും ബാങ്കിനുള്ളിലേക്ക് പോയത്. അവിടെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നും അത് ആരുടെയും ശ്രദ്ധയപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്നും തിരിച്ച് അതേ പാർക്കിംഗ് ഗ്രൗണ്ടിലൂടെ തന്നെ രക്ഷപ്പെടാൻ പറ്റുമെന്നും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത ആളുകളാണല്ലോ ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മിക്കവാറും ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നേരത്തെ മുൻപരിചയമുള്ള ആർക്കെങ്കിലും ആവും. പോലീസ് അവരുടെയും ഒരു ലിസ്റ്റ് സംഘടിപ്പിച്ചു. ഇതിനൊപ്പം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന രേഖ എന്ന് പറയുന്നത് ആ ബാങ്കിലെ ജീവനക്കാരുമായി കണക്ട് ചെയ്ത രേഖകളാണ്. ഏതെങ്കിലും ബാങ്ക് ജീവനക്കാരന് പണം ഏതെങ്കിലും ശൈലിയിലൂടെ അക്കൗണ്ടിലേക്കോ അല്ലാതെയോ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയാണ്. അതോടൊപ്പം ഈ ബാങ്ക് ജീവനക്കാരുടെ കഴിഞ്ഞ 6 മാസക്കാലത്തെ കോൾ ഡേറ്റ റെക്കോർഡും പോലീസ് വിലയിരുത്തി തുടങ്ങി. ബാങ്കിലെ ജീവനക്കാരുടെ ആരുടെയെങ്കിലും അറിവോ അല്ലെങ്കിൽ സഹായമോ ഇല്ലാതെ ഈ ശൈലിയിൽ ഒരു കൊള്ള അതത്ര എളുപ്പമല്ല എന്ന ഒരു തോന്നൽ തുടക്കം മുതലേ പോലീസിനുണ്ട്. അവർ ഇതുവരെ കണ്ടിട്ടുള്ള കൊള്ളയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇത്രയേറെ ഉപകരണങ്ങളുമായി ഒരു കൊള്ളസംഘവും ഒരു ബാങ്കിലേക്കും ഇന്ന് വരെ ഏതെങ്കിലും രാജ്യത്ത് കയറിയിട്ടുള്ളതായി കേട്ടിട്ട് പോലുമില്ല. അത്രയേറെ സോഫിസ്റ്റിക്കേറ്റഡ് ഉപകരണങ്ങളുമായി എത്തി ആ ബാങ്കിലെ സകല ഭിത്തികളും തുറന്ന് ലോക്കറുകളും തുറന്ന് അതിനകത്തുണ്ടാകുന്ന ആഭരണങ്ങളും രത്നങ്ങളും നോട്ട് കെട്ടുകളും ഒക്കെ ചാക്കിനകത്തേക്ക് നിറച്ച് കാറിലും അതുപോലെ വാനിലുമായി ഏറ്റവും മിനിമം 6 അംഗങ്ങൾ അടങ്ങിയ ആ ടീം രക്ഷപ്പെട്ടിരിക്കണമെങ്കിൽ അതിനകത്ത് ഒരുപാട് ആളുകളുടെ ഒരു സപ്പോർട്ട് മെക്കാനിസം വർക്കൗട്ട് ആയിരിക്കണം. ആ സപ്പോർട്ട് മെക്കാനിസം ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് ഗ്രൗണ്ടും സെക്യൂരിറ്റി ഗാർഡും നേരത്തെ വന്ന ആ പണിക്കാരും അതുപോലെ ബാങ്കിലെ ജീവനക്കാരും എല്ലാം കൂടി ചേരുന്നതാവണം. ഒരുപാട് ആളുകളുടെ സഹകരണമില്ലാതെ ഇത്തരത്തിൽ ഒരു കൊള്ള നടക്കില്ല എന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. ജർമ്മൻ ന്യൂസ് ഏജൻസിയായ BP നമ്മളുമായി ഈ വാർത്ത പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നതും അതാണ്. ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വളരെ ആസൂത്രിതമായി നടത്തിയിരിക്കുന്ന കൊള്ളയുമാണ്. ആരാണ് കൊള്ള നടത്തിയെന്നോ കൊള്ള മുതലുമായിട്ട് അവരെങ്ങോട്ട് പോയെന്നോ ഇതുവരെയും പോലീസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ ആ വിവരങ്ങൾ നമ്മളെ തേടി വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
ഈ അടുത്ത ദിവസങ്ങളിൽ പോലീസിന് ചില കാര്യങ്ങളൊക്കെ വീണ് കിട്ടിയിട്ടുണ്ട്. പ്രതികളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഫോണിൽ കണ്ട നമ്പറുകളെ ടെലികോം കമ്പനികളുമായി കണക്ട് ചെയ്ത് വിവരശേഖരണത്തിന് ഉപയോഗിച്ചപ്പോൾ ആ നമ്പറുകൾ പതുക്കെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയതായി കണ്ടു. അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ ടെലികോം കമ്പനികളുമായി ബന്ധപ്പെട്ട ജർമ്മൻ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ കിഴക്കൻ യൂറോപ്പിലേക്ക് കടന്നിരിക്കുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ജർമ്മൻ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ആ കൊള്ളക്കാരെ ഫോളോ ചെയ്യുന്നതോടൊപ്പം പോലീസ് മറ്റൊരു കാര്യം കൂടി ചെയ്യുകയാണ്. അകത്ത് തകർക്കപ്പെട്ടിരിക്കുന്ന ആ ലോക്കറുകളുടെ ഉടമകൾ മിക്കവാറും അകത്തിരിക്കുന്ന ആ വസ്തുക്കളെ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. ആ ലോക്കറിലിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഇൻഷുർ ചെയ്യുമ്പോൾ വസ്തുക്കളുടെ വിവരങ്ങൾ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനി നമ്മൾ അറിയിക്കുമല്ലോ. എങ്കിൽ മാത്രമല്ലേ ഇൻഷുറൻസ് കമ്പനി നമുക്കതിന്റെ നഷ്ടപരിഹാരം നൽകത്തുള്ളൂ. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആ വസ്തുക്കളുടെ വിവരശേഖരണം നടത്താൻ പോലീസിന് അനായാസം പറ്റും. പോലീസ് ഇപ്പോൾ ആ വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതുവരെ ശേഖരിച്ചു കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇപ്പോൾ ഒരു കാര്യം അറിയാം. ഏറ്റവും കുറഞ്ഞത് 360 കോടി രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ബാക്കി വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. പോലീസ് അതിന്റെ ഏകദേശ മൂല്യം കണക്കാക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ ബാങ്കുകളോട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ലോക്കറിനകത്ത് ഉള്ള സാധനങ്ങളുടെ ഫോട്ടോയോ ബില്ലോ ഉപഭോക്താവ് ഇൻഷുറൻസ് കമ്പനിക്ക് മുന്നിൽ എത്തിച്ചാൽ മാത്രമേ നഷ്ടപരിഹാര തുക അവർ കൊടുക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ലോക്കറിനകത്ത് സാധനം വെക്കുന്ന ആളുകൾ ഉറപ്പായും അകത്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് ബില്ലോ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോയോ സൂക്ഷിക്കേണ്ടി വരും എന്നതിന്റെ ഒരു സൂചനയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പലരുടെ കയ്യിലും അകത്ത് ഇരിക്കുന്ന സാധനങ്ങളുടെ ഫോട്ടോ കാണത്തില്ല. അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്ന പതിവ് പലർക്കും ഉണ്ടാവില്ല. ബില്ല് പലപ്പോഴും കാണും. ബില്ലിനും പക്ഷേ ഒരു പരിധിയുണ്ട്. കുറെ കാലത്തേക്കൊക്കെ നമ്മൾ ബില്ല് സൂക്ഷിക്കും. അത് കഴിഞ്ഞാൽ ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങ് നശിപ്പിച്ച് കളയോ അതങ്ങ് കേടായി പോവുകയും ചെയ്യും. പക്ഷേ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് ബില്ലോ അല്ലെങ്കിൽ ആ സാധനങ്ങളുടെ ഫോട്ടോയോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻഷുറൻസ് തുക കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുമെന്നാണ്. ഈ തുരപ്പന്മാര് ശരിക്കും പ്രൊഫഷണൽ ആയിരുന്നു. ആ ഇരുണ്ട മൂലയിൽ അവർ തുരന്ന ആ തുരങ്കം ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി അവര് ആ സ്ഥലത്ത് പ്ലാസ്റ്റിക് വീപ്പകളും പ്ലാസ്റ്റിക് പേപ്പറുകളും ഒക്കെ ഇട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ചവറുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ തുരങ്കത്തിലുള്ള അകത്ത് കിടന്നിരിക്കുന്ന അവർ പല വാതിലുകൾ തകർത്ത് ആ ലോക്കർ റൂമിൽ എത്തുമ്പോൾ അതൊന്നും തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത ശൈലിയിലുള്ള ഒരു ആംഗിളിലാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ബാങ്കിനകത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും എത്തിയാൽ പോലും ഈ പുറത്തുള്ള തുരങ്കം കാണാതിരിക്കാനുള്ള ഒരു കരുതൽ അവരെടുത്തിരുന്നു എന്ന് വ്യക്തമാണ്. ശരിക്കും അവർ ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ ആ ബാങ്കിലെ അലാറം സിസ്റ്റത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ശൈലിയിൽ ദൂരമുണ്ടാക്കിക്കൊണ്ടാണ്. അതൊക്കെ ആ സ്ഥലത്ത് തന്നെ തുറന്നാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ അവർക്കറിയാമെന്ന് വ്യക്തമാണ്. വലിയ കട്ടിക്കാണ് കോൺക്രീറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പൊടിഞ്ഞു വീഴാതെ നല്ല കട്ടിക്ക് കട്ട് ചെയ്ത് അതിനെ പതുക്കെ പുള്ളി ചെയ്തെടുത്തിരിക്കുകയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴും വാഹനങ്ങൾ ഇടിച്ച് ജാമാകുമ്പോഴൊക്കെ അഗ്നിശമന വിഭാഗക്കാര് ഒരു കട്ടറുമായി എത്തും. അവർ ആ ഇടികൂടിയ വാഹനങ്ങളുടെ പ്രത്യേക ഭാഗങ്ങൾ കട്ട് ചെയ്ത് അകത്തുള്ള ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കൂല്. അങ്ങനെ അവർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഈ തുരപ്പന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. ബാങ്കിനകത്തുള്ള 7 വാതിലുകൾ അവര് തകർത്തിരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ആ വാതിലുകളുടെ അടിയിൽ ഈ ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കാൻ കഴിയുന്ന ഒരു വാൽവ് അവർ കടത്തി വെച്ചിട്ട് പതുക്കെ ആ വാൽവിൽ പ്രഷർ കൊടുക്കും. ശരിക്കും ശക്തമായി പ്രഷർ ആ വാൽവിലൂടെ ആ വാതിലിൽ അങ്ങനെ പ്രസ്ഡ് ആകുമ്പോൾ ആ വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് തെറിക്കും. അങ്ങനെ ഇളക്കി മാറ്റിയ വാതിലുകൾ വഴിയാണ് അവര് ഓരോ വാതിൽ കടന്ന് അവസാനം ലോക്ക് റൂമിൽ എത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും അലാറം സംവിധാനത്തെ കാര്യങ്ങൾ അറിയിക്കാതെ അതീവ ഭംഗിയായി അവര് ആ ഹൈഡ്രോളിക് പ്രഷർ കൊടുത്തുകൊണ്ട് ആ വാതിലുകൾ ഇളക്കി മാറ്റിയിരിക്കുകയാണ്. ലോക്കറുകൾ അവർ തകർത്തിരിക്കുന്നതും വളരെ പ്രൊഫഷണൽ ആയിട്ടാണ്. കൃത്യമായും ലിവറുകൾ പോലുള്ള സംവിധാനം ഉപയോഗിച്ച് ആ ലോക്കറിൽ പ്രത്യേക സ്ഥലത്ത് പിടിച്ച് ഒന്ന് തിരിച്ച് ആ ലോക്കറിങ് തിരിച്ചിരിക്കുകയാണ്. ശരിക്കും നല്ല വേഗതയിൽ ആ ലോക്കറുകൾ അവർ പൊളിച്ചു എന്ന് പറയാം. ലോക്കർ പൊളിക്കുന്നതും പണം അവർ ചാക്കിലേക്ക് നിറയ്ക്കുന്നതും ആ ചാക്കുകൾ ഈ പറഞ്ഞ വാതിലുകളിലൂടെ കടന്ന് ആ തുരങ്കത്തിലൂടെ വാഹനത്തിലേക്ക് വരുന്നതൊക്കെ ഒരു കൃത്യമായ ചാനലിലൂടെ പോയിരിക്കുകയാണ്. അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ രഹസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ വെണ്ണ മുറിക്കുന്നത് വളരെ കൂളായിട്ട് മുറിച്ചെടുക്കാമല്ലോ, വലിയ കട്ടിയൊന്നും ഇല്ലാത്തല്ലേ വെണ്ണ. അതേപോലെയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ലോക്കർ വരെയുള്ള ഈ കളമട യാത്രയിൽ അവർ നടത്തിയിരിക്കുന്ന സകല കട്ടിങ്ങുകൾ. വെണ്ണ മുറിച്ച് മാറ്റുന്ന പോലെ അവർ ആ സ്ഥലങ്ങൾ മുറിച്ച് മാറ്റിയ ഈ ലോക്കർ റൂമിലെത്തി അവിടെയുള്ള ആ ലോക്കറുകൾ തകർത്ത്
അവിടുന്ന് പണവും ആഭരണങ്ങളും രത്നമൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. അന്വേഷണം നടക്കുന്നതിനിടയിൽ ബാങ്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതൽ ലോക്കറിൽ പണം വെച്ച ആളുകളുടെ ഒരു ഒഴുക്ക് ബാങ്കിലേക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ആയതുകൊണ്ട് ആ ലോക്കറിൽ നിന്ന് പോയ മുഴുവൻ സംഭവങ്ങൾക്കും സർക്കാരിന്റെ ധനസഹായം എന്തായാലും ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ ലോക്കറുകളുടെ ഉടമകൾക്ക് ഇപ്പോൾ ഉള്ളത്. ജർമ്മനിയെ ഞെട്ടിച്ച ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിൽ ഒന്നാണ് 2025 അവസാന ആഴ്ചയിൽ ജർമ്മനിയിൽ നടന്നിരിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.